ഹായ്, നമുക്ക് അടുത്തൊരു റൂൾ നോക്കാം. ഇവിടെ സിംഗിൾ കോൺസണന്റിന് മുന്നിൽ ഷോർട്ട് വവൽ വരുന്ന വാക്കുകളോട് വൈ ചേർക്കുമ്പോൾ ലാസ്റ്റ് ലെറ്റർ ഇട്ടിക്കുന്നു. അതായത് സിംഗിൾ കോൺസണന്റ് വന്ന ഒരു വേർഡ്, അതിൽ ജി, അതായത് ജി സിംഗിൾ കോൺസണന്റ്, ഒരു കോൺസണന്റേ ഉള്ളൂ, അതിന്റെ മുന്നിൽ ഷോർട്ട് വവൽ വന്നു, ഓ വന്നു, ഫോഗ്. അതിന്റെ കൂടെ വൈ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ കോൺസണന്റ് ഇരട്ടിക്കണം. ഫോഗി, മൂടൽ മഞ്ഞുള്ള, മുടിക്കെട്ടി എന്നൊക്കെ അർത്ഥം. അതുപോലെ വിറ്റ്, സിംഗിൾ കോൺസണന്റ് ആണ്, തൊട്ടുമുന്നിൽ ഷോർട്ട് വവൽ വന്നു, അതിൻ്റെ കൂടെ വൈ ചേർക്കണമെങ്കിൽ ഈ അക്ഷരം മസ്റ്റായിട്ട് ഇരട്ടിക്കണം. വിറ്റി, അത് തമാശയുള്ള, തമാശപരമായ എന്നൊക്കെ ഉള്ള അർത്ഥം. അതുപോലെ ഫൺ, ഫണ്ണി. അടുത്തത് സ്കിൻ, സ്കിന്നി, മെലിഞ്ഞ അല്ലെങ്കിൽ തോൽമയമുള്ള അല്ലെങ്കിൽ തോല് മാത്രമുള്ള എന്നൊക്കെ അർത്ഥം. അടുത്തത് ഒരു സിംഗിൾ കോൺസണന്റിന് മുന്നിൽ ഷോർട്ട് വവൽ വന്നാൽ അതിൻ്റെ കൂടെ ഇ അല്ലെങ്കിൽ ER അല്ലെങ്കിൽ EST ചേർക്കുന്നതിന് എന്ത് ചെയ്യും? ലാസ്റ്റ് ലെറ്റർ ഇരട്ടിക്കണം. അതും ഉദാഹരണം നോക്കൂ. സിംഗിൾ കോൺസണന്റ് പി, അതിന് മുന്നിൽ ഷോർട്ട് വവൽ വന്നു, പിയുടെ മുന്നിൽ ഷോർട്ട് വവൽ ഐ വന്നു, അതിൻ്റെ കൂടെ ERO ESTO ചേർക്കണമെങ്കിലും എന്ത് തന്നെയാണ് നിയമം? ഡബിൾ ഇരട്ടിക്കണം. അപ്പോൾ വൈ ചേർത്താലും ER അല്ലെങ്കിൽ EST ചേർത്താലും എന്ത് തന്നെയാണ്? കോൺസണന്റ്, അവസാനത്തെ കോൺസണന്റ് ഇരട്ടിക്കും. ഇവിടെ നോക്ക്, ട്രാവൽ, ട്രാവലർ. ഉണ്ടായി സിംഗിൾ കോൺസണന്റ്, തൊട്ടു മുമ്പിൽ ഷോർട്ട് വവൽ, അപ്പോൾ അവിടെ ഇരട്ടിച്ചു, ട്രാവലർ, രണ്ടെല്ല് വന്നു. ഇതൊക്കെ പരീക്ഷകൾക്ക്, PSC പരീക്ഷകൾക്കും അല്ല മറ്റ് മത്സര പരീക്ഷകൾക്കും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ചോദിക്കാവുന്ന ചോദ്യത്തിന്റെ തരങ്ങളാണ്. പിന്നൊരെണ്ണം വിൻ, വിന്നർ. കണ്ടോ, വിൻ, വിന്നർ. എന്ന് അതിന് കോൺസണന്റ് ഷോർട്ട് വവൽ, അതിൻ്റെ കൂടെ ER ചേർക്കേണ്ടി വന്നപ്പം ഇരട്ടിച്ചു. റോബ്, റോബർ. അതുപോലെ കേട്ടിട്ട് പരീക്ഷയ്ക്കൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളിലാണ്. കാരണം ചില വാക്കുകൾ തന്നിട്ട് ഇതിൽ തെറ്റിച്ച് എഴുതിയിരിക്കുന്ന ഏത് ശരി ഏതെന്ന് ചോദിക്കുമ്പം ഈ സ്പെല്ലിങ്ങുകൾ അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾക്കാണ് ഓരോ മാർക്ക് പോയി ഇംഗ്ലീഷിന് മൊത്തം മാർക്കും പോകുന്നത്.